മാളുകളും മാർക്കറ്റുകളും രാത്രി 8 മണിക്ക് മുൻപേ അടയ്ക്കണം. ഹോർഡിങ്ങുകൾ ഓഫാക്കണം. കാരണം ഭയാനകരമായിട്ടുള്ള വൈദ്യുതി പ്രതിസന്ധിയാണ് ഇവിടെ ഉള്ളത്. 16 മണിക്കൂറാണ് കറണ്ട് കട്ട് ഇവിടെ ഉള്ളത്. ഇത് നമ്മുടെ രാജ്യത്താണ് എന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇപ്പോഴിതാ ബംഗ്ലാദേശ് നിലവിൽ കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതുമൂലം സാധാരണ പൗരന്മാർക്കും ചെറുകിട വൻകിട വ്യാപാരികളും വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. പവർ കട്ട് ചെയ്യുന്നതിന് പ്രത്യേക സമയമില്ലാത്തതിനാൽ പബ്ന, ധംറായി, കെറാനിഗഞ്ച് തുടങ്ങിയ പ്രദേശങ്ങളിലെ വർക്ക്ഷോപ്പുകൾ, ഫാക്ടറികൾ, എഞ്ചിനീയറിംഗ് യൂണിറ്റുകൾ എന്നിവയിലെ ജോലികൾ പലപ്പോഴും നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. സ്ഥിതി വളരെ മോശമായതിനാൽ 1 മണിക്കൂർ വൈദ്യുതി വിതരണം കഴിഞ്ഞാലും 1.5 മണിക്കൂർ വൈദ്യുതി മുടങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചില സമയങ്ങളിൽ 24 മണിക്കൂറിൽ 16 മണിക്കൂറും വൈദ്യുതി മുടക്കമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ബംഗ്ലാദേശ് നേരിടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. രാത്രി 8 മണിക്ക് ശേഷം മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നില്ല, ഷോപ്പിംഗ് മാളുകൾ അടച്ചിടുന്നു. പോരാത്തതിന് ഹോർഡിങ്ങുകൾ ഓഫാക്കാൻ പറയുന്നു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ബംഗ്ലാദേശ് സർക്കാർ ഉടൻ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമങ്ങളും നടപ്പിലാക്കി നോക്കി. ഇതനുസരിച്ച് രാജ്യത്തുടനീളമുള്ള കടകൾ, മാർക്കറ്റുകൾ, ഷോപ്പിംഗ് മാളുകൾ എന്നിവ രാത്രി 8 മണി വരെ മാത്രമേ തുറന്നിരിക്കാൻ അനുവാദമുള്ളൂ. ഇപ്പോൾ കടകൾ രാവിലെ 11 മുതൽ രാത്രി 8 മണി വരെ തുറക്കുന്നുമുള്ളൂ. കൂടാതെ എല്ലാ പ്രകാശമുള്ള പരസ്യ ബോർഡുകളും വൈകുന്നേരം 7 മണിയോടെ അണച്ചിടണം. അലങ്കാര വിളക്കുകൾ കത്തിക്കാൻ പാടില്ല. വീടുകളിലും വൈദ്യുതി നിയന്ത്രണമുണ്ട്. സാംസ്കാരിക പരിപാടികളും വ്യാപാര മേളകളും രാത്രി 8 മണിയോടെ പൂർത്തിയാക്കണം. അതേസമയം ആശുപത്രികൾ, ഫാർമസികൾ, ഭക്ഷണശാലകൾ തുടങ്ങിയ അവശ്യ സേവനങ്ങളെ മാത്രമാണ് ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. ബംഗ്ലാദേശിന് 33,092 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദന ശേഷിയുണ്ട്. അതേസമയം നിലവിലെ പരമാവധി ആവശ്യം 18,500 മെഗാവാട്ടിൽ അല്പം കൂടുതലാണ്. എന്നിരുന്നാലും കടുത്ത ഇന്ധനക്ഷാമം കാരണം രാജ്യത്തിന് ശേഷിയുടെ പകുതി പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് രാജ്യത്ത് ഇന്ധനം കിട്ടാനില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കാരണം ഹോർമൂസ് അടച്ചിട്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൻ്റെ ഇരട്ടി ജനമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലുള്ളത്. ഹോർമൂസ് അടച്ചിട്ട് നമ്മുടെ രാജ്യം ഇന്ത്യയിൽ ഇന്ധന പ്രതിസന്ധിയില്ല, ഗ്യാസിൻ്റെ പ്രതിസന്ധിയില്ല, ഒരു പ്രതിസന്ധിയുമില്ല. നമുക്കിവിടെ എല്ലാം കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണ് നമ്മൾ നമ്മുടെ സർക്കാരിനെ കുറ്റം പറയുന്നത്. ഇതാണ് ബംഗ്ലാദേശിൻ്റെ അവസ്ഥ എന്നൊന്ന് കണ്ടുപഠിച്ചാൽ നല്ലത്. എന്തായാലും ബംഗ്ലാദേശിൽ ഇപ്പോൾ ഇന്ധനം ലഭിക്കുന്നില്ല. ഇന്ധനത്തിൻ്റെ 65% അവിടെ ഇറക്കുമതി ചെയ്യുന്നതാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള LNG വിതരണത്തിലെ തടസ്സങ്ങൾ കാരണം ഗ്യാസ് ഉപയോഗിച്ചുള്ള വൈദ്യുതി നിലയങ്ങൾക്ക് പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. വിദേശ ഇറക്കുമതികളെ അമിതമായി ആശ്രയിക്കുന്നത് ഊർജ്ജ മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് സർക്കാർ മന്ത്രിമാർ പറയുന്നു. ബംഗ്ലാദേശിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പിന്നിൽ 3 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമതായി മഹേഷ് ഖാലിയിലെ LNG ടെർമിനലിലെ സാങ്കേതിക തകരാർ കാരണം ഗ്യാസ് വിതരണം കുറഞ്ഞു. രണ്ടാമതായി ബാർപൂ കുരിയ പോലുള്ള വലിയ കൽക്കരി ഊർജ്ജ നിലയങ്ങളിലെ തകരാറുകൾ കാരണം വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവെച്ചു. മൂന്നാമതായി ബംഗ്ലാദേശ് സർക്കാരിന് സ്വകാര്യ ഇറക്കുമതിക്കാർ പണം നൽകാനുള്ളതിനാൽ ഇന്ത്യയിൽ നിന്നുള്ള വൈദ്യുതി വിതരണവും കുറച്ചു. അദാനിയൊക്കെയാണ് ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിന് വൈദ്യുതി കൊടുക്കുന്നത്. ഇതെല്ലാം കാരണം ബംഗ്ലാദേശ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.